നമസ്കാരം. നമ്മളിന്ന് കുറച്ച് ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ കഴിവുകൾ, സാധ്യതകൾ അതെങ്ങനെ പുറത്തെടുക്കാം, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനെ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഇക്ബാൽ നാസിം പങ്കുവച്ച ചില ചിന്തകളാണ്. പ്രത്യേകിച്ച് തൊഴിൽ, ജീവിതം ഇവയൊക്കെയായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ. അതെ, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട് ഇതില്. ശരിയാണ്. സമൂഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതിനൊക്കെ അപ്പുറം പോയിട്ട് നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് ചേർന്നു പോകുന്നൊരു ജീവിതം, അതും അർത്ഥമുള്ള ഒന്ന്, അതെങ്ങനെ കണ്ടെത്താം? അതാണ് ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു കാതൽ. അപ്പോ ഇക്ബാൽ നാസിമിന്റെ ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കിട്ടണം, അതാണ് ലക്ഷ്യം. തീർച്ചയായും. ഇവിടെ തന്നെ ഏറ്റവും ഒരു സ്ട്രൈക്കിംഗ് ആയ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരാള് സ്വയം ചെറുതായി കാണുന്നത് അതെങ്ങനെ ദൈവത്തെ ചെറുതായി കാണുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മളിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ കൂടിയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. ശരിയാണ്. അത് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സാധാരണ ചിന്തകളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ, തീർച്ചയായും. അപ്പൊ അതിലെ ആദ്യത്തെ പോയിന്റ്, ഈ പറയുന്ന ഉപയോഗിക്കപ്പെടാത്ത സാധ്യതകൾ. നമുക്ക് ശരിക്കും സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ ചിന്തകൾ വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാണ്. അതെ, അവിടെയാണ് ഈ വിശ്വാസത്തിലൂന്നിയൊരു കോൺഫിഡൻസ് വരുന്നത്. അത് നമ്മളിലുള്ള ഒരു വെറും ആത്മവിശ്വാസമല്ല, അല്ല, ദൈവം നമ്മളിലൂടെ എന്ത് ചെയ്യും എന്നൊരു ബോധ്യം. അതാണ് പ്രധാനം. ശരിക്കും അതൊരു വലിയ ചിന്തയാണ്. ഇത് നമ്മളെ സ്വാഭാവികമായും നിലവിലുള്ള ചില ചട്ടക്കൂടുകളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഉദാഹരണത്തിന്, ഈ കരിയർ എന്ന വാക്ക് തന്നെ അതിനെ ഈ സ്രോതസ്സിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ കരിയർ എന്ന ചിന്ത പലപ്പോഴും ജീവിതത്തെ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കുകയാണ്. ശരിയാണ്. ജോലി വേറെ, ജീവിതം വേറെ എന്ന പോലെ. അതെ, ലക്ഷ്യം ജോലിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. നമ്മളറിയാതെ നമ്മുടെ ഭാവി, നമ്മുടെ ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ജോലിക്ക് അടിയറ വെക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ മാർഗം തന്നെ ലക്ഷ്യമായി മാറുന്നു. ജോലി, പ്രമോഷൻ, ശമ്പളം, ഇതൊക്കെ. എക്സാക്ട്ലി, അത് തന്നെ. പണം ഒരു ലക്ഷ്യമായി മാറുന്നതുപോലെ ആ ജോലി തന്നെ ലക്ഷ്യമായി പോകുന്നു. അപ്പോ ഈ കരിയർ എന്ന ചിന്ത അത്ര ശരിയല്ലെങ്കിൽ പിന്നെന്താണ് ഒരു പ്രായോഗികമായ വഴി? ആളുകൾ എങ്ങനെയാണ് ജോലിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? ഈ സ്രോതസ്സുകൾ എന്താണ് പറയുന്നത്? നല്ല ചോദ്യം. പകരം ഇവിടെ പറയുന്നത് ഒരു പുനർനിർമ്മാണത്തെക്കുറിച്ചാണ്. റീഫ്രെയിമിംഗ്. പുനർനിർമ്മാണം അതെങ്ങനെ? അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും തുടങ്ങുക. നമ്മുടെ റിയാലിറ്റി, ദൈവത്തോടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം. എന്നിട്ട് സ്വയം ചോദിക്കുക, പുറത്തുള്ള എല്ലാ പ്രഷറും മറ്റുള്ളവരുടെ ചിന്തകളുമൊക്കെ മാറ്റിവെച്ചാൽ എന്റെ കയ്യിലുള്ള കഴിവ്, എന്റെ സാഹചര്യം, ഇതൊക്കെ വെച്ച് ദൈവത്തിനും മറ്റുള്ളവർക്കും എനിക്കും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അർത്ഥവത്തായ എന്ത് സംഭാവനയാണ് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുക? വെറും ഹലാലായ ഒരു ജോലി എന്നതിനപ്പുറം. അതെ, അതിനപ്പുറം ഏറ്റവും ബെസ്റ്റ്, ഇഹ്സാൻ. അതെന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? ആ ഒരു ചിന്ത. ഓക്കെ, അതായത് ലക്ഷ്യം ആദ്യം തീരുമാനിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ജീവിത ദൗത്യം, മിഷൻ, അതെന്താണെന്ന് ആദ്യം കണ്ടെത്തുക. അത് ഡിഫൈൻ ചെയ്യുക. എന്നിട്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ദൗത്യം നടപ്പാക്കാൻ പറ്റിയ വഴികൾ. അത് ചിലപ്പോൾ ഒരു ജോലിയാവാം, ചിലപ്പോൾ സ്വയം എന്തെങ്കിലും സംരംഭമാവാം, അല്ലെങ്കിൽ ചില പ്രോജക്റ്റുകൾ. അത് കണ്ടെത്തുക. അല്ലാതെ നിലവിലുള്ള റെഡിമെയ്ഡ് കരിയർ പാതകളിലേക്ക് നമ്മുടെ ലക്ഷ്യത്തെ ഒതുക്കുകയല്ല വേണ്ടത്. അല്ല. അപ്പൊ ഫാത്തിമയുടെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ സ്രോതസ്സില്. താൻ തെറ്റായ വഴി തിരഞ്ഞെടുക്കുമോ എന്നൊരു പേടി. സാധാരണ എല്ലാവർക്കുമുള്ള പേടിയാണ്. ശരിയാണ്. അതിനുപോലും ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ് നൽകുന്നത്. കാരണം നമ്മുടെ ഫോക്കസ് വഴിയിൽ നിന്നങ്ങോട്ട് മാറി ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു ഷിഫ്റ്റ് വരും. അതെ. അപ്പോൾ ഈ ജോലിയെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ ശരിക്കും പറഞ്ഞാല് അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായി മാറും. കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കാതൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പേരല്ല, അല്ലേ? സമൂഹത്തിൽ കിട്ടുന്ന സ്റ്റാറ്റസ് അല്ല, പൈസ മാത്രമല്ല. അതൊന്നുമല്ല പ്രധാനം. അതിനേക്കാളൊക്കെ വലിയൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നമ്മളെ നയിക്കണം, ജീവിതത്തെ ഒന്നായി കാണണം. ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി, ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി മഹത്വം നേടുക, അതാണ് കാര്യം. അതെ. അപ്പൊ പ്രധാനമായിട്ടും എടുക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റുക. എനിക്ക് സ്യൂട്ടാവുന്നൊരു ജോലി ഏതാണെന്ന് തപ്പി നടക്കുന്നതിന് പകരം
എന്റെ ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഒരു ലക്ഷ്യബോധമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ജീവിതം ഡിസൈൻ ചെയ്യുക. ലക്ഷ്യം വ്യക്തമായാൽ വഴി തെളിയും എന്നാണോ? അതെ, ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ അതിലേക്ക് എത്താനുള്ള വണ്ടി, അത് ജോലിയോ ബിസിനസ്സോ എന്തോ ആവട്ടെ, അത് തിരഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ശരിയാണ്. അപ്പോൾ നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്നവരോട് ചിന്തിക്കാൻ ഒരു കാര്യം പറയാം, അല്ലേ? തീർച്ചയായും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പുറത്തുനിന്നുള്ള എല്ലാ പ്രതീക്ഷകളും പ്രഷറും, അത് ജോലിയുടെ പേരാവാം, സമൂഹത്തിന്റെ കാഴ്ചപ്പാടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലും, അതൊക്കെ ഒരു നിമിഷത്തേക്കൊന്ന് മറന്നാൽ ഏതടിസ്ഥാന മൂല്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ഏതു വലിയ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ മനസ്സ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം, അതെന്താണ് നിങ്ങളോട് പറയുന്നത്? അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക.